കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരും. കോർപ്പറേഷൻ അധികാരികൾ ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ഫയർഫോഴ്സ് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. കൂടുതൽ വിശദാംശങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടമാണ്, അവിടെ അതാണ് കത്തി എരിയുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് യോഗം ചേരുന്നുണ്ട്, എന്താണ് വിശദാംശങ്ങൾ? ഐശ്വര്യ, ഇക്കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു വിശദീകരണം എന്തായാലും ആവശ്യമാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് മേയർ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെയാണ്, ആ സമയത്തേക്ക് തന്നെയാണ് ഏറെക്കുറെ ഈ യോഗങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗമാണ് വിളിച്ചേക്കുക. അതിലേക്ക് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ യോഗം കൂടി വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഫയർ ഓഡിറ്റിംഗ് നടന്നോ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അറിയേണ്ടത്. നേരത്തെ തന്നെ ഈ കെട്ടിടത്തിന്റെ ലൈസൻസ് അടക്കമുള്ള, അതായത് അനധികൃതമായി കെട്ടിടങ്ങളുടെ വീതിയും മറ്റു കാര്യങ്ങളും അതിനെ വർദ്ധിപ്പിക്കുന്ന ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ്. കാരണം കളക്ടറോട് 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഭാഗത്തുള്ള റിപ്പോർട്ട് അടക്കം ഇന്ന് ലഭ്യമാകും. ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രം ഇത് നൽകാനാവില്ല. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നടക്കം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചായിരിക്കും അടുത്ത നടപടിയിലേക്ക് പോകുക. ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും പരിശോധനാ റിപ്പോർട്ട് കൂടി ഇപ്പോൾ കോർപ്പറേഷനല്ല കളക്ടറേറ്റിലേക്ക് എത്തണം. ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായി ലഭിച്ച ശേഷം മാത്രമായിരിക്കും മറുപടി ചീഫ് സെക്രട്ടറിക്ക് നൽകുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ എന്തൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഈ കടയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം അതിശക്തമായി തന്നെ കോർപ്പറേഷനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ളതാണ് BJPയും കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. മേയർക്കെതിരെയും ഡെപ്യൂട്ടി മേയർക്കെതിരെയും ഒപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നൊരാവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത്തരത്തിൻ്റെ പ്രതിഷേധം ശക്തമാക്കാൻ കൂടി അവർ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല വളരെ താമസിയാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇത്തരം സംഭവ വികാസങ്ങൾ വലിയ തിരിച്ചടി ആകുന്നുമുണ്ട്. ഐശ്വര്യ.